ഞാൻ സ്വപ്നത്തില് തനിക്ക് ക്യാപ്പിട്ട് തല്ലിക്കൂടോ. മാറവിടെ. എന്റെ സന്തോഷവും സൗഭാഗ്യമൊക്കെ തിരികെ തരാൻ പോകുന്ന മഹാനഗരമേ, നിന്നെ ഞാൻ കൺകുളിർക്കി ഒന്ന് കണ്ടോട്ടെ. ചേട്ടാ ദാ വെൽക്കം ടു ദ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ. ഞാൻ വർഷ. വ്യക്തികളെ അവരുടെ യാത്രക്കിടയിൽ പരിചയപ്പെടുത്തുന്ന ഏഷ്യ വിഷന്റെ ഗ്രൗണ്ട് റിയാലിറ്റി ഷോയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചേട്ടന്റെ പേരെന്താ? എന്തിനാ? ചേട്ടൻ ഞാനൊരു ചാനൽ അവതാരികയാണ്. ഭാഷ കേട്ടപ്പോ മനസ്സിലായി. വ്യക്തികളുടെ ജീവിതം, അഭിരുചി, പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ഷോ ആണിത്. ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ചാനൽ ടീം പരിഹരിച്ചു തരും. ആണോ? എങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5-8 കൊല്ലായി. ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ചാനൽ വിചാരിച്ചാൽ അതൊന്ന് സാധിച്ചു തരാൻ പറ്റുമോ? എന്റെ കുട്ടി, എന്റെ ഇപ്പോഴത്തെ പ്രശ്നം കുട്ടിയാ. 10-300 കിലോമീറ്റർ യാത്ര ചെയ്ത് വരിക. ഈ ക്ലാപ്പ് ഒന്ന് മാറ്റിക്കേ, ഒന്ന് പൊക്കോട്ടെ. അങ്ങനെ പോകാൻ പറ്റില്ല. എനിക്കറിയാം എന്തോ ഒരു വിഷമം ചേട്ടൻ അലട്ടുന്നില്ലേ അല്ലേ? കൈനോട്ടക്കാരിയാ എന്റെ കുട്ടി. ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്, സന്തോഷമുള്ള മനുഷ്യരെല്ലാം ഒരുപോലെയാണ്. എന്നാൽ ദുഃഖവും പ്രശ്നമുള്ള ഓരോരുത്തരും അവരവരുടെ രീതികളിൽ വ്യത്യസ്തരായിരിക്കും. കോടിക്കണക്കിന് സമ്പാദ്യം കാണും, പക്ഷെ പഞ്ചസാര ഇട്ട് ചായ കുടിക്കാൻ പറ്റില്ല. എന്താ? ഷുഗർ. കാഴ്ചയിൽ യോഗ്യരായിട്ടുള്ള ഭാര്യയും ഭർത്താവും ആയിരിക്കും, പക്ഷെ ഡൈവേഴ്സ് പെറ്റീഷൻ ഒപ്പിട്ടിട്ട് നിൽക്കുകയായിരിക്കും. ഇപ്പൊ കുട്ടിയുടെ കാര്യം തന്നെ എടുത്തോളൂ. കാഴ്ചയിൽ സുന്ദരി സുമുഖി, പക്ഷെ എന്താ കാര്യം? കയ്യിലൊരു കോലുമായിട്ട് നാട് നീളെ തെണ്ടി നടക്കാനല്ലേ യോഗം. പ്രശ്നങ്ങളുടെ നൂൽപാലമാണ് കുട്ടി ജീവിതം. നോക്കി നടന്നില്ലെങ്കിലേ അതിന് തലകുത്തി താഴെ വീഴും. കുട്ടി ചെല്ല്, ചേട്ടൻ പോട്ടെ. സ്വാമിയേ ശരണമയ്യ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടി. ജീവിതത്തെ കുറിച്ചുള്ള നല്ല നിരീക്ഷണങ്ങളായിരുന്നു. സമ്മാനമുണ്ട്. ഇവിടെ ക്യാമറ. നിറപറ സ്പോൺസർ ചെയ്യുന്ന 10 കിലോ അരി, കോട്ടയം ഗോൾഡ് സ്പോൺസർ ചെയ്യുന്ന 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ. തുറന്നാ ചിലപ്പോ കാറ്റത്ത് പറന്നു പോകും. സോപ്പില്ലേ? നിങ്ങൾ സാധാരണ ഒരു ഡിക്ഷണറി കൊടുക്കാറുണ്ടല്ലോ, അതെവിടെയാ? ചേട്ടൻ ആളൊരു തമാശക്കാരൻ തന്നെ. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. അത് വേണോ? ഒരു കൈ കൊടു മാഷേ. താങ്ക് യു. ഓക്കേ ഗയ്സ്, കം ഓൺ. ചേട്ടാ ഒരു ഹലോ. ഒരു ഇല്ല, പോണില്ല. ഓട്ടം ചേട്ടാ പോവാം. ഒരു സാധനം വായിക്കണുണ്ടല്ലോ. ഹലോ, ഇത് ഓടുന്ന ഓട്ടോയാണോ ഓടാത്ത ഓട്ടോയാണോ? ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഓട്ടം പോയേക്കാം. കേറിക്കോ. എങ്ങോട്ടാ? എങ്ങോട്ടാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഇവിടെ ഒന്നും അത്ര പിടിയില്ല. വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയായിരിക്കും അല്ലേ? അടുത്ത ബാറുണ്ട്, അങ്ങോട്ട് വിടാം. അതൊന്നും വേണ്ട. എനിക്ക് സ്ഥലമൊന്നും അത്ര പിടിയില്ലാത്തോണ്ടാ. എനിക്ക് ഇദ്ദേഹത്തെ കാണേണ്ടത്. അറിയോ? അറിയോന്നോ? ഇദ്ദേഹത്തിന്റെ വകയിലൊരു അനുജനായിട്ട് വരും. ഇദ്ദേഹത്തെ ഞാൻ അറിയും. ഞാൻ ഇദ്ദേഹത്തിന്റെ കമ്പനി കുറെ കാലം ഉണ്ടായിരുന്നു. കേറിക്കോ. ഇവിടെയാണോ വലിയേട്ടൻ ഓഫീസ്? ഇവിടെ മാത്രല്ല, സിറ്റിയുടെ പല ഭാഗത്തും ബ്രാഞ്ചുകളുള്ള മനുഷ്യനാ. പിന്നെ ഇവിടെയാണ് മെയിൻ. നേരെ നടന്ന് വലത്തേക്ക്. ഇതാണ് ചില മുതലാളിമാരുടെ എളിമ എന്ന് പറയുന്നത്. വലിയേട്ടൻ ഒരു സ്ഥിതി വെച്ചിട്ട് സിറ്റിയിൽ എവിടെ വേണമെങ്കിൽ താമസിക്കാമല്ലോ. വിട്ടിട്ട് ഇങ്ങനെ എളിമ എളിമ. എത്രയായി? പൈസ ഒന്നും വേണ്ട. അദ്ദേഹത്തിന് എന്നെ ഞാൻ പൈസ വാങ്ങൂല. നേരെ നടന്നു വലത്തേക്ക്. ഓക്കേ. വലിയേട്ടൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണി തന്നെ. ചേട്ടാ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ
അവന്റെ കാര്യം ഞാൻ നോക്കാം. വണ്ടി എടുക്കണോ? പോലീസ് സ്റ്റേഷൻ തൃക്കര. അയ്യോ കൊള്ളാം നന്നായിട്ടുണ്ട്. പിന്നെ വടയും പഴമൊക്കെ സത്യം എടുത്ത് വെക്ക്. കള്ളി എന്താണ് ഒരു ചുറ്റിക്കളി? അല്ല ഞാനൊരു മുണ്ടടിച്ചിറോ? അല്ലാതെ മുണ്ടടിച്ചിറോ? മനുഷ്യനെ കളിയാക്കുന്നു. അല്ല സാർ, പേടിച്ചിട്ടാ. എന്റെ അച്ഛൻ ഒരു പോലീസായിരുന്നു, അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കാണുമ്പോ ഇപ്പോഴും അറിയാതൊരു പേടി. അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോ ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷൻ ആക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഞങ്ങൾ. പോലീസ് ജനങ്ങളുടെ സുഹൃത്താണ്. ഒരു കൂട്ടുകാരനും മറ്റൊരു കൂട്ടുകാരനോട് എന്തും പറയാം. അത് മാത്രം എടുക്കരുത്, ഇത് മാത്രം പറയരുത്. നീ വന്ന കാര്യം പറയടാ. ഞാൻ കൃഷ്ണപുരത്ത് നിന്ന് വരിക. വന്നോളൂ. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന സേതു. ചെങ്കിരി സേതു. പുള്ളിക്കാരൻ എന്റെ എന്റെ ആരുമല്ല. ആരും അല്ലേ? എന്താണ് ഒരു വിക്കലും പറയലൊക്കെ? അല്ല, എന്റെ വകയിലൊരു ഏട്ടനായിട്ട് വരും. എന്താണ് ആദ്യം പറയണേ? ഇങ്ങോട്ട് വന്നേ. വേണ്ട വേണം വേണ്ട വേണം വേണ്ട. ചങ്കിരിയുടെ അനിയനല്ലേടാ? അല്ല ആണ്. അല്ല ഇങ്ങോട്ട് വരാം. അല്ല, പെട്ടെന്ന് മരിക്കടാ, ഇല്ലെങ്കിൽ ഇടികൊണ്ട് ചാവും. നല്ലതാ. നീ എന്നെ ക്ലിപ്പിട്ട് ജീപ്പിലോട്ട് തള്ളിയ തള്ളലുണ്ടല്ലോ, ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. പക്ഷേ ഞാനൊന്ന് കണ്ണ് കാണിച്ചായിരുന്നു. നിന്റെ കണ്ണു കാണുമ്പോ ഇത്തിരി കൂടിപ്പോന്ന്. എടാ, ഞാൻ എല്ലാം ശ്രദ്ധിച്ചായിരുന്നു. കാര്യമൊക്കെ ശരി, ദേഹം നൊന്താൽ എന്റെ സ്വഭാവം മാറും. വല്യേട്ടാ. വലിയിട്ട് മമ്മൂട്ടിയുടെ ഒരു പടമല്ലേ? വല്യേട്ടാ, എന്നെ മനസ്സിലായില്ലേ? കൃഷ്ണപുരത്തെ മാധവിയമ്മയുടെ മകൻ ജയൻ, ജയശങ്കർ. ഏത് കൃഷ്ണപുര, ഏത് മാധവിയമ്മ എനിക്കറിയില്ല. കുട്ടിക്കാലത്ത് ഞാൻ ചെയ്ത ചെറിയൊരു തെറ്റിന് വല്യേട്ടന്റെ അച്ഛൻ എനിക്ക് തന്ന ശിക്ഷ, അന്ന് അദ്ദേഹം അരിവാള് വെച്ച് വെട്ടിയ വെട്ട്, ആ വെട്ട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് വല്യേട്ടാ. ഈ വെട്ട് എല്ലാവർക്കും ഉള്ളതാ. അതല്ല, വെട്ടിയ പാട് ദാ ഇവിടെ. എനിക്കൊന്നും അറിയില്ല. അയ്യോ, ഞാൻ വല്യേട്ടൻ എണീച്ചേ. എണീക്ക്. എന്തിന്? എണീക്ക്. ഒന്ന് കുനിഞ്ഞു നിന്നേ. കുനിഞ്ഞു നിക്ക്. ദാ ഇത് കണ്ട, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കാശ് മോഷ്ടിച്ചതിന് വല്യച്ഛൻ വെട്ടിയ ഒരു വെട്ടിന്റെ പാട് ഇപ്പോഴും ഉണ്ട്. ഒരുപാടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. കുനിച്ച് നിർത്തിയത് മതിയടാ. നിന്നെ എന്തിനാടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതിരിക്കട്ടെ, എന്റെ വല്യേട്ടൻ എന്തിനാ പോലീസ് പിടിച്ചേ? എന്താ പോലീസ് പിടിച്ചെന്നാ? ആരെ പിടിച്ച്? നിന്റെ വല്യേട്ടന്റെ നാട്ടുകാരുടെ തല്ലുകൊള്ളാതെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നാണ് ഞങ്ങള്. നാട്ടുകാരുടെ തല്ലോ? എന്തിന്? ഒന്നും പണ്ടൊക്കെ മോഷ്ടിച്ച പിന്നെ നാട്ടുകാരെ തല്ലല്ലേ? മോഷ്ടിക്ക്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വല്യേട്ടാ. മുഖത്ത് നോക്ക്, ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. എന്റെ മുഖത്തോ? എന്റെ മുഖത്ത് അതുണ്ട്. താങ്ക്സ് ഗോഡ്. എടാ, ഈ സിറ്റിയെ കിടുകിട വിറപ്പിക്കുന്ന പോലീസുകാരുടെ ആത്മമിത്രമായ കുപ്രസിദ്ധ മോഷ്ടാവ് ചെങ്കീരി സേതു, ഉടുമ്പ് സേതു എന്നൊക്കെ നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇപ്പൊ കേട്ടോ, അത് ഞാനാണ്, സേതുരാമൻ. വല്യേട്ടാ, നിന്റെ മാത്രമല്ലടാ, കള്ളന്മാരുടെ മൊത്തം വലിയേട്ടനാടാ ഈ ഞാൻ. നാട്ടുകാരനെ പിടിക്കാൻ തുടങ്ങുമ്പോ ദാ ഇവര് എന്റെ ഫ്രണ്ട്സ് എന്തേലും കാരണം ഉണ്ടാക്കി അപ്പ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. തവള കരയുന്ന എടുക്ക്. ഹലോ. സാർ, കംപ്ലൈന്റ് ആയിട്ടൊന്നുമില്ല സാർ. നമ്മുടെ ചെങ്കീരി സേതു. ആരാടേ? ഫോട്ടോസേ രമണൻ സാർ. നമസ്കാരം സാറേ. സാർ ഇന്നലെ ഒരു പൊതി കൊടുത്തയച്ചായിരുന്നു, കിട്ടിയല്ലോ അല്ലേ? എന്താ മോൻ അടുത്ത ആഴ്ച MB അഡ്മിഷനോ? എത്ര വേണം? 30? ഓക്കെ, ഞാൻ കൊടുത്തേക്കാം. ശരി. രമണന്റെ മോൻ MBക്കായി. കഴിഞ്ഞ വർഷം അവൻ BA ആയിരുന്നു, ഇപ്പൊ MBA. ഇനി 2 വർഷം കൂടെ കഴിഞ്ഞാൽ MBBS. പിള്ളേര് വരളുന്ന വരൾച്ചേ. ഫയലും കൊടുത്തേ. പിടിച്ചേ, ഇവിടെ ഒപ്പിട്ടെ. ഈ നാട്ടുകാർ 9 ചെല്ലിനെ പിടിച്ചത് ജസ്റ്റ് ഒരു സാക്ഷി വേണം, അത്രേ ഉള്ളൂ. പെറ്റി കേസ് അങ്ങനെ ചാർജ് ചെയ്താൽ മതി. ഒപ്പിട്. അത് അന്ന് അവിടുന്ന് നാട് വിട്ടിട്ട് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പടുത്തുയർത്തിയതാടാ എന്റെ ഈ കാണുന്നതല്ല. ഇതൊക്കെ പറമ്പോക്കാം. ഇങ്ങോട്ട് കാണാം. ഇതാടാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അലോദോഹം, അല്ല അധോലോഹം. എന്തു തോന്നുന്നു? കഷ്ടമാണ് വല്യേട്ടാ.
കഷ്ടമാണ്. നാട്ടിലും വീട്ടിലൊക്കെ ആളുകളുടെ വിചാരം വലിയ കോടീശ്വരനാണ്. നാട്ടിൽ അമ്പലക്കുളം വെട്ടാൻ സംഭാവന, കൊടിമരം കെട്ടാൻ ലക്ഷങ്ങള്, കട്ടും പിടിച്ചു പറിച്ചും ജീവിക്കുന്ന പെരും കള്ളന്മാരുടെ നേതാവാണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നത്. കള്ളനാകുന്നവർക്ക് ഇക്കാലത്ത് എളുപ്പം കോടീശ്വരനാകാൻ പറ്റൂ. എടകുട്ട, നീ തീഹാർ ജയിലിൽ ചെന്ന് നോക്ക്. രാജ്യം മുഴുവൻ ആരാധിക്കുന്ന കോടീശ്വരനെയൊക്കെ അതിനകത്ത് കാണാം. നാടിന് വെട്ടിച്ച് 1000 കോടി 5000 കോടിയൊക്കെ ഒരുമിച്ച് വിഴുങ്ങുന്നതൊക്കെ വെറും കുംഭകോണം അഴിമതി. നമ്മൾ എന്തെങ്കിലും നക്കാപ്പിച്ച അടിച്ചു മാറ്റിയാൽ അത് പോക്കറ്റടി പിടിച്ചുപറിയും മോഷണം. അല്ല, നീ സിറ്റിയിലോട്ട് വന്നത് വലിയേട്ടനെ കാണാനുള്ള മോഹം കൊണ്ടൊന്നും അല്ലല്ലോ. എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ നിനക്ക് കിട്ടണം. അപ്പൊ നിനക്കും ആശ കാശിനോടാണ്. ഒരു കയ്യിൽ സ്നേഹവും മറുകയിൽ 10 ലക്ഷം രൂപയും വെച്ച് നീട്ടിയാൽ നീ എതെടുക്കും പറ. വഴി വിട്ട രീതിയിൽ ജീവിക്കുന്ന നിനക്കൊക്കെ പറയാൻ പല ന്യായങ്ങളും ഉണ്ടാവും. അന്യന്റെ കാശ് കൊണ്ട് ജീവിക്കാൻ നാണോല്ലടാ നിനക്കൊക്കെ. നിനക്കത് മനസ്സിലാകണമെങ്കിൽ നീ ഗീത പഠിക്കണം. ഗീത നമ്മുടെ കട്ടപ്പല്ല ഗീതല്ലേ? നിന്റെ കുടുംബക്കാരെ കുറിച്ച് ചോദിച്ചില്ല. എടാ, ഇത് യഥാർത്ഥ ഗീത, ഭഗവത്ഗീത. കേട്ടിട്ടില്ലേ? ശ്ലോകം ഞാൻ പറഞ്ഞുതരാം. യഥാ യഥാ ഹി ധർമ്മസ്യ. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടയുടെ ഉള്ളിൽ നില തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. നീ നേടിയത് വല്ലതും നീ കൊണ്ടുവന്നതാണോ? ഇന്നലെ വേറൊരാളുടെ കയ്യിൽ, ഇന്ന് നമ്മുടെ കയ്യിൽ, നാളെ മറ്റൊരുത്തിന്റെ. എടാ, അർത്ഥം മനസ്സിലായല്ലോ. എടാ, എന്നോടൊപ്പം നിന്നാൽ 10 ദിവസം കൊണ്ട് 10 കോടി ഉണ്ടാക്കി തരാൻ ഞാൻ നിനക്ക്. കാശല്ലേ എനിക്കങ്ങ് വേണ്ട. എന്നാ റിസർവ് ബാങ്കിൽ നിന്ന് കുറച്ച് നോട്ടടിച്ച് തരാടേ. നോക്ക്, നിനക്ക് സുന്ദരമായ ഒരു മുഖമുണ്ട്, താഴോട്ട് നല്ല ഏരിയയും ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഞാനത് ക്യാഷ് ആക്കി തരാം. ഒരു കള്ളന്റെ ഏറ്റവും വലിയ ശാപം അവന്റെ രൂപമാണ്. വളരെ ശരിയാണ്. ഈ പിത്തക്കാരികളൊക്കെ പോകുന്നുണ്ടോ? ചൊറിയണം പറ്റി അടിക്കാൻ തോന്നും. മുഖത്തുണ്ട് കള്ള ലക്ഷണം. പക്ഷെ നിന്റെ അങ്ങനെയല്ല, സുന്ദരമായ മുഖമല്ലേ. നീ ഒന്നുകൂടി സ്റ്റൈലിഷ് ആയാൽ കള്ളന്മാരുടെ കിങ്ങാവാം. എടാ, നിന്നെ ആരെങ്കിലും കള്ളനെന്ന് വിളിച്ചാൽ വിളിക്കുന്നവനെ ജനം തല്ലിക്കൊല്ലും. വലിയ ഏട്ടനോ നശിച്ചു, മറ്റുള്ളവരെ കൂടി വെറുതെ എന്തിനാ നശിപ്പിക്കുന്നത്? എടാ മണ്ട, ഈ നാട്ടിലെ സത്യസന്ധന്മാരാ കണ്ണീരും കടമൊക്കെ ആയിട്ട് നശിച്ചു പോകുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ സംരക്ഷിക്കാൻ ദത്തൻ സാർ ഉണ്ടാ. നോക്ക്, പെട്ടെന്ന് ഓൺ ചെയ്യും. ഇതാണ് ദത്തൻ സാർ. കണ്ടല്ലോ, ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും സകല അടവുകളും നയങ്ങളും പയറ്റി തെളിഞ്ഞ ആളാ ദത്തൻ സാർ. മംഗലാപുരത്ത് നിന്ന് ഈ നഗരത്തിലാ പടർന്ന് പന്തലിച്ചതും വേരൂന്നിയും. അങ്ങ് ഡൽഹി വരെ കോടികൾ എറിഞ്ഞ് നേടിയെടുത്തതാ ഈ വ്യവസായ നഗരത്തിലെ MLA സീറ്റ്. ആ ദത്ത സാറിന്റെ ഇടം കയ്യാ ഈ ചെങ്കീരി സേതു. അദ്ദേഹത്തിന്റെ സംരക്ഷണമുള്ളപ്പോൾ നമ്മളെല്ലാവരും സുരക്ഷിതരാ. എവിടെയും എപ്പോഴും എങ്ങനെയും കക്കാം. ഞാൻ പോവാ. കുട്ടിക്കാലത്ത് നാട് വിട്ടുപോയ എന്റെ വലിയേട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. നിങ്ങൾ ഇത്രയും വലിയ സാമൂഹ്യ ദ്രോഹിയാണെന്നെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നീ വിചാരിക്കുന്നത്ര സാമൂഹ്യ ദ്രോഹികൾ അല്ലടാ കള്ളന്മാർ. ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ മോഷ്ടിക്കുന്ന കാശ് സമൂഹത്തിൽ തന്നെ കിടന്ന് ചുറ്റപ്പെടുകയാണ്. ഉദാഹരണത്തിന് നീ ഒന്ന് സങ്കല്പിക്കുക, എന്റെ ഗ്യാങ്ങിലുള്ള 2 പേർ ഒരു കൊള്ളപ്പലിശക്കാരന്റെ വീട്ടിലോട്ട് കയറിയിട്ട് ദേ ടിങ് ടോങ്. നിന്നെ മറക്കുന്ന പച്ചക്കണ്ണ. വിഷുവില് കണ്ടല്ലോ, വെറുതെ വീട്ടിൽ അട്ടിയിട്ട് വെച്ചിരുന്ന കാശ് ഞങ്ങൾ കാരണം എത്ര പേർക്കാ പ്രയോജനപ്പെട്ടത്? ഇനി പറ, ഞങ്ങൾ സാമൂഹ്യ ദ്രോഹികളാണോ സാമൂഹ്യ സേവകരാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വലിയേട്ടനാ ഞാൻ നോക്കില്ല, എന്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. പേടിക്കണ്ട, അവിടെ നിൽക്കാൻ. നീയാ എനിക്ക് സ്റ്റേഷനിൽ ജാമ്യം നിന്നത്.
അതുകൊണ്ട് സ്റ്റേഷൻ പരിധി വിട്ടു പോകാൻ പാടില്ല. ജീവിതത്തിന്റെ പരിധിയിൽ നിന്ന് തന്നെ പുറത്തായി, പിന്നെയാണ് സ്റ്റേഷന്റെ പരിധി. പോടാ അവിടുന്ന്. ചേട്ടാ, നോക്ക്. ഒന്നുകൂടി പ്രേരിപ്പിച്ച് നോക്ക്. നല്ല ഐശ്വര്യമുള്ള കള്ളനാ. പ്രേരിപ്പിക്ക്. ഓടാ അവിടുന്ന്. പണ്ട് കുട്ടിക്കാലത്ത് വീട്ടിൽ വെച്ചും ഇവനെ വേറൊരു കാര്യത്തിന് പ്രേരിപ്പിച്ചതാ. അന്നും വിരൽ വെച്ച് പൊക്കിളാത്തൊരു കുത്തിട്ട് 7 എനിക്ക് ബോധം വീണതിന് ശേഷം എനിക്കൊന്നും ഓർമ്മയില്ലാതായി. പോട്രാ ബുദ്ധിയില്ലാത്തവൻ. കൈവിട്. ധൈര്യമായിട്ടിരിക്കും, നമുക്ക് സംസാരിക്കാം. എനിക്ക് നിങ്ങളോടല്ല സംസാരിക്കാനുള്ളത്, MLA-ടാ. അതിനല്ലേ രമേശ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വാ, നമുക്ക് സംസാരിക്കാന്നേ. ഇവനെ മനസ്സിലായില്ലേ? രമേശൻ. ഓ, ഇവനാ രമേശൻ? ഇവന് സാറിനോട് സംസാരിക്കണം. ഇങ്ങോട്ട് വാ. ഓടാ ഇങ്ങോട്ട്. എന്തിനാണോ ഒരു പാവത്തിനെ തല്ലി ചതിക്കുന്നത്? സാറ് ഭൂമി കയ്യേറിയെന്ന് പറഞ്ഞ് പൗരസമിതി ഉണ്ടാക്കിയത് ഇവനാണ് സാർ. ഓ, അവനങ്ങ് കൊണ്ടുപോവാ. നടക്കട അങ്ങോട്ട്. വിട് പോട്ടെ. അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവിടെ നടന്നത് ഭൂമി കയ്യേറ്റമല്ല രമേശ. പിന്നെ ഇങ്ങനെ 200 ഏക്കറോളം വനഭൂമി നിങ്ങളുടെ കയ്യിലായത്? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. വന്നാ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. താനൊന്നും പറയണ്ടോ? പ്രകൃതി സംരക്ഷിക്കേണ്ട നിങ്ങളെ പോലുള്ള നിന്റെ ഒരു പ്രകൃതി. എടാ, ഈ ഭൂമി പ്രകൃതിയൊക്കെ നീ ജനിച്ചപ്പോ നിന്റെ കൂടെ ഉണ്ടാക്കിയതാണോ? കുറെ ഭൂമി ഞാൻ സംരക്ഷിക്കാൻ പോവാ. അവന്റെ അമ്മയുടെ ഒരു പ്രകൃതി. പൗരസമിതി എന്നും പറഞ്ഞ് ഇനി നിന്റെ നാവ് പൊന്തിയാൽ കത്തിച്ചു കളഞ്ഞാൽ അമ്മയും പെങ്ങന്മാരും ചേർത്ത് അറിയില്ല നിനക്കെന്നെ കൊണ്ടുപോയി കളണം. അല്ല, MLA മൂടോട്ടാണെങ്കിൽ ഡിസ്കഷൻ നാളത്തേക്ക് മാറ്റാം. എന്ത് മൂടോട്ട്? ഇതൊക്കെ നിത്യവിഷയങ്ങളല്ലേ. അപ്പോ ആ ഹോസ്പിറ്റൽ കോംപ്ലക്സിന്റെ സ്കെച്ച് കിട്ടിയിട്ടുണ്ടോ? SP വരണം SP സാർ. എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്റെ SP സാറെ, ഞങ്ങളൊന്നും ഞാൻ പറയാം. CK ഗ്രൂപ്പിന്റെ പാലച്ചൂടിലെ ഷോപ്പിംഗ് മാളില്ലേ, ആ പണി തീർന്നു വരുന്ന ചിലപ്പോ അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നേക്കാം, ഒരു സ്ഫോടനം. അല്ല സാർ, അത് ഞങ്ങളുടെ മാളിന്റെ പണിയും പൂർത്തിയായി വരികയാണല്ലോ. CK ഗ്രൂപ്പിൻ്റെത് ഞങ്ങൾ വില പറഞ്ഞ് ചോദിച്ചതാ, പക്ഷെ അവന്മാർ തരുന്നില്ല. സിറ്റിയിൽ എന്തായാലും അടുത്തടുത്ത് 2 മാള് വേണ്ട. 1 മാസത്തെ അവധി കൊടുത്തിട്ടുണ്ട്. അതിനകം അനുകൂലമായൊരു മറുപടി കിട്ടിയില്ലെങ്കിൽ അതങ്ങ് സംഭവിക്കും. ഒന്ന് നോക്കിക്കൊള്ളണം. എന്നെ വരക്കല്ലേ സാറേ. അതെന്താ അങ്ങനെ ഒരു പറച്ചില്? ഞങ്ങൾ കാരണം നിങ്ങൾക്ക് നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളൂ. അത് നേരാ. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് സർക്കിളിലെ CA ഒന്ന് മാറ്റണം. പാലച്ചോട് ഈസ്റ്റിലാണല്ലോ അവൻ ആളിത്തിരി പെശക. പകരം ആരെ വേണം പറഞ്ഞോ? ഹോം മിനിസ്റ്ററോട് ഞാൻ പറയാം. അടുത്ത ആഴ്ച തന്നെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റ് നടക്കും. നമ്മുടെ പരിധിക്കൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു പാവത്താനുണ്ട്, സാജൻ ജോസഫ്. ഇപ്പോൾ ട്രാഫിക്കിലാ. ഒരു സ്വതന്ത്ര സ്റ്റേഷന്റെ ചാർജിന് വേണ്ടി കൊതിച്ചിരിക്കുക അയാള്. എന്താ മോനെ ഈ കാക്ക കുളിച്ചാ കൊക്കാവൂ? അല്ല, അപ്പച്ചനോട് ക്രീം ഇടാന്ന് പറഞ്ഞപ്പോ അമ്മച്ചി ചോദിച്ചതാ. നിന്റെ അമ്മച്ചിക്ക് അസൂയടാ. അതൊന്നും എനിക്കറിയില്ല, അമ്മച്ചി വിളിക്കുന്നുണ്ട്. എന്തിനാടാ? മീൻ വെട്ടാൻ. അല്ല, മീൻ എന്തെങ്കിലും ഇറക്കി വെക്കാൻ. പറഞ്ഞോടാ. ഒരു കൊട്ട തുണി ഉണ്ടായിരുന്നു അലക്കാൻ, അതുകൊണ്ട് അടുക്കള സഹായത്തിനൊന്ന് വിളിച്ചേ. അതൊക്കെ പക്ഷെ കാക്ക കുളിച്ചാൽ എന്നുള്ള പ്രയോഗം. ഓ, അതൊരു തമാശ പറഞ്ഞല്ലേ സർക്കിളെ. എനിക്കറിയാം നിന്റെ മനസ്സിലൊരു വിഷമം. എന്തിന്? എനിക്കല്പം ഗ്ലാമർ കൂടി കൊണ്ട് പെണ്ണുങ്ങൾ എന്നെ നോക്കുന്നതിൽ. ഏത് പെണ്ണ നോക്കിയെന്നാ? പിന്നെ ഒന്നും അറിയാത്ത പോലെ. എടി, ഇന്നലെ നമ്മൾ കാറിൽ പോയപ്പോ ഓപ്പോസിറ്റ് വരുന്ന കാറിലെ പെണ്ണെ നോക്കുന്ന കണ്ടില്ലേ? ആ, അത് ഞാൻ കണ്ടു. അത് ഏട്ടൻ റോങ് സൈഡ് കയറിയപ്പോ ആ കുട്ടി എന്ത് തെറിയും വിളിച്ചോണ്ട് പോയതാ. ഒന്ന് പോടി. ഒക്കെ നിന്റെ വിഷമം മാറ്റാനുള്ള ഓരോ ന്യായീകരണങ്ങളാ. ഹലോ ദത്തൻ സാറേ, ഇത് സേതുവാണേ. ഞാനൊരു 3 ലക്ഷം രാജയുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. ഈ മാസം എന്താണോ ഒരു കുറവ്? എന്റെ പൊന്ന് സാറേ, പണ്ടത്തെ പോലെ അല്ല ഇപ്പോ. പണ്ട് ഒരു 10 രൂപ കൊണ്ട് നമ്മൾ കടയിൽ പോയാൽ ഇഷ്ടം പോലെ വീട്ടു സാധനങ്ങൾ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതെന്താ? ഇപ്പൊ എല്ലാ സ്ഥലത്തും ക്യാമറ വച്ചേക്കല്ലേ. അതിപ്പോ കടയിൽ മാത്രമല്ല, വീട്ടിലും അത് തന്നെ. സെക്യൂരിറ്റി, അലാറം, ക്യാമറ. ഓ, കള്ളന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഈ പോലീസിൽ ചില സത്യസന്ധന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആ ഈസ്റ്റ് CI വല്ലാത്ത ശല്യമാ. ഒന്ന് നോട്ട് ചെയ്യണം. 2 ആഴ്ചക്കുള്ളിൽ പുതിയ CI വരും. സത്യം.
എടാ പുതിയൊരു CI വരുന്നു. എന്ത് പറ്റി? CI വരുന്നു പറഞ്ഞിട്ട് ഓടാൻ പറഞ്ഞതല്ല, പുതിയൊരു CI ഇവിടെ ചാർജ് എടുക്കുന്നു. അത് നമ്മുടെ ആളാണോ? കൊച്ചുണ്ണി കാത്തു. മുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തുങ്കളാണെന്റെ ഭാര്യ. ഏതൊരു ചെറ്റയുടെ പേഴ്സിൽ എന്റെ ഭാര്യയുടെ ഫോട്ടോ. വല്യേട്ടാ, ബസ് കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട് കേറിയില്ല. കാരണം തൽക്കാലം നാട്ടിലേക്ക് തിരിച്ചു പോണ്ടെന്ന് വെച്ചു. എന്താ? ഇനിയുള്ള കാലം വല്യേട്ടന്റെ കൂടെ ഇവിടെ തന്നെ. എടാ, തിരിച്ചറിവ് വൈകിയേ വരൂ എന്ന് പറയുന്നത് എത്ര ശരിയാ? അനുഗ്രഹം വാങ്ങിച്ചോ. ആശാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് കൂട്ടും പെട്ടെന്ന് വിളിക്കാം. അതെ, നിന്ന് പുകഴ്ത്താതെ പണിക്ക് പോടാ പന്നി. ഇന്ന് ചന്ത ദിവസമാണ്, മറക്കണ്ട. നീ പോകുന്നില്ല? ഞാൻ റോഡ് വൈകുന്നേരത്തെ ഷിഫ്റ്റ്. വണ്ടിക്കൂലി മാത്രം എടുത്തോണ്ട് പോകോ. അപ്പോ നീ ഏട്ടന്റെ അടുത്ത് വന്ന് നന്നാവാൻ തീരുമാനിച്ചു അല്ലേ? അതെ. അല്ല, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ മനസ്സ് മാറാൻ എന്താ കാരണം? അത് പിന്നെ ഞാന് വിഷമിക്കണ്ട. ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഇവിടെ എല്ലാരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്. നമ്മളത് അടിച്ചു മാറ്റാൻ അവരുടെ പിറകെ ഓടുന്നു. അത് തൊഴിലിന്റെ ഭാഗമാണ്. അങ്ങനെ കരുതിയാ മതി. ശരിയാ വല്യേട്ടാ. എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. കള്ളന്മാർ പിടിച്ചു നിൽക്കണമെന്നല്ല പറയേണ്ടത്, പിടിച്ചു പറിക്കണം. അങ്ങനെ പറയൂ. പറിക്കാം. പിടിച്ച് പറിക്കാൻ വല്യേട്ടാ. ഓക്കെ. അപ്പോ ഐശ്വര്യമായിട്ട് ഇന്ന് തന്നെ പണിക്കിറങ്ങണം. അതിനു മുമ്പ് നിന്റെ പേരും നാളും പറഞ്ഞ് ഭൂലാൻ ദേവിക്ക് ഒരു അർച്ചനയും കായംകുളം കൊച്ചുണ്ണിക്ക് ഒരു പാൽപ്പായസ വഴിപാടും മറക്കണ്ട. പിന്നെ എന്റെ സഹകള്ളന്മാരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ പട്ടിമാത്തൻ. ഞാൻ MA തങ്കച്ചൻ, BA കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. പൂട്ടുപൊളിക്കളിയിൽ ഡിപ്ലോമ. കുഞ്ഞപ്പൻ, സുരപ്പൻ, ജോപ്പൻ. മതി മതി മതി. പിന്നെ ഇവൻ എന്റെ കുഞ്ഞമ്മയുടെ മോനായതുകൊണ്ട് പറയല്ല, ഇവൻ വളരെ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാ. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഇതൊരു വഴിത്തിരിവാണ്. എന്നാലും അമ്മയും കല്യാണിയും കുറിച്ചൊക്കെ ഓർക്കുമ്പോ മക്കളെ വളർത്തുമ്പോ മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. അതൊന്നും നമ്മുടെ തെറ്റല്ല. ഈ ജോപ്പനെ ഇവന്റെ അപ്പം കപ്പിയാരാക്കാൻ നോക്കിയതാ, പക്ഷെ കള്ളനായില്ലേ. അതുകൊണ്ട് എന്താ, ആ കുടുംബമേ രക്ഷപ്പെട്ടില്ലേ. മിസ് കോള് വന്നു. ട്രെയിനറാ. ട്രെയിനറോ? മോഷണകലയിലെ നമ്മുടെ എല്ലാം ട്രെയിനർ ഡോക്ടർ ബെഞ്ചമിൻ ഡി ഫ്രാങ്ക്ലിൻ. ഇതാണ് നിന്റെ ട്രെയിനർ. വല്യേട്ടാ, ഇയാളെ കണ്ടിട്ട് പട്ടിയുടെ ട്രെയിനറെ പോലെ ഉണ്ടല്ലോ. ഇതിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ കണ്ണുപൊട്ടും. തസ്കര ദേവതേ കുറിക്കണേ. ഗുഡ് മോർണിംഗ് എവരിബഡി. ബൈ, ഇത് ഇന്ന് ജോയിൻ ചെയ്ത കക്ഷിയാ, എന്റെ ഒരു ബന്ധുവാ. ഇവനെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്. എന്താ പേര്? ജയശങ്കർ. ജയശങ്കർ. ജയിച്ചു കയറാൻ ശങ്കയില്ലാത്തവൻ ജയശങ്കർ. മുഖത്ത് കള്ള ലക്ഷണമില്ല, പക്ഷേ ഭാവങ്ങൾ മിന്നിമറിയുന്ന മുഖം. പല കള്ളത്തരങ്ങൾ ഈ മുഖത്ത് ഒളിപ്പിച്ചു വെക്കാൻ ഞാനിവനെ പഠിപ്പിക്കും. നിങ്ങൾക്കറിയാമോ, പണ്ട് ഫിലാഡൽഫിയയിൽ വെച്ച് കള്ളത്തരത്തിലെ വില്ലത്തരം എന്ന പ്രബന്ധം ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഇതുപോലൊരു കള്ളനെ കണ്ടുപിട്ടി. മിസ്സസ് ഏതു, ഇയാൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഉസ്താദിന്റെ ഓരോ വാക്കുകളും നീ ശ്രദ്ധിച്ചു കേൾക്കണം. അതെ, ശ്രദ്ധ അതാണ് ഒരു കള്ളന് വേണ്ട ആദ്യ ഗുണം. പിന്നെ ഗുരുത്വം അതെനിക്കുണ്ട് സർ. എന്താ തന്റെ മുഖത്തൊരു പരിഭ്രമം? അല്ല, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ട്രെയിനിങ്. സാരമില്ല, വിദ്യാർത്ഥികളോട് മനഃശാസ്ത്രപരമായ രീതിയിൽ ഇടപഴകുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. പഠിക്കുന്ന ഒരു കുട്ടിയും തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല. കള്ളന്മാർ 3 തരമുണ്ട്. ജന്മനാ കള്ളന്മാരാവുന്നവർ, സാഹചര്യം കൊണ്ട് കള്ളന്മാരാവുന്നവർ, കള്ളത്തം അടിച്ചേൽപ്പിക്കപ്പെട്ടു. ജന്മനാ കള്ളൻ, അതായത് ഓർമ്മ വെച്ച നാൾ മുതൽ കള്ളം ചെയ്യുന്നവൻ. ഉദാഹരണത്തിന്, സ്കൂളിൽ വൈകിയെത്തിയ കുട്ടിയോട് എന്താടാ വൈകിയത്? കുട്ടി
അപ്പൂപ്പൻ ചത്തുപോയി. അമ്മാവൻ ആശുപത്രിയിലാണ്. ഈ ഞാൻ തന്നെ എന്റെ അപ്പൂപ്പൻ ഒരു 25 പ്രാവശ്യം കൊന്നിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ. സാഹചര്യങ്ങൾ കൊണ്ട് കള്ളന്മാരാവുന്നവരാണ് അധികവും. നിന്നെ പോലെ അവർക്കാണ് പരിശീലനം വേണ്ടത്. നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? ടെൻഷൻ അടിക്കാതെ. ഒരു കള്ളൻ എപ്പോഴും പ്രസന്നവധനായിരിക്കണം. ടി വിയിൽ കണ്ടിട്ടില്ലേ, തീഹാർ ജയിലിലേക്കുള്ള ചില VIP-കള് മുഖത്ത് എപ്പോഴും ഒടുക്കത്ത ചിരിയായിരിക്കുള്ളൂ. ബസ്സിലൊക്കെ പോകുമ്പോൾ സഹയാത്രികരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കണം. അവനിരിക്കാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പറ്റുമെങ്കിൽ ടിക്കറ്റ് എടുത്തു കൊടുക്കണം. അവസാനം ഫ്രൂട്ടിയിൽ മയക്കുമരുന്ന് എടുത്ത് കാശടിച്ച് മാറ്റണം. ഞാൻ എടുക്കാം. അയ്യോ എങ്ങോട്ടോ? എന്റെ പേഴ്സ് എവിടെ? ജെട്ടി. ജെട്ടിയാ? ആ, ബോട്ട് ജെട്ടി. ഇതെങ്ങനെ? ഒരു തരത്തിൽ പറഞ്ഞാൽ കള്ളൻ മുതുകാരനെ പോലെ നല്ലൊരു മാജിക്കാരനായിരിക്കണം. സാംബശിവനെ പോലെ നല്ല വാചാലനായിരിക്കണം. PT ഉഷയെ പോലെ ഓടാനും ചാടാനും പറഞ്ഞിരിക്കണം. അയ്യോ പോക്കറ്റ് അടിക്കുന്നു. വണ്ടി എടുത്തടാ, വണ്ടി എടുത്താ. വേണ്ട സാർ, വേണ്ട. നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട. നമുക്ക് പോലീസിനെ ഏൽപ്പിച്ചാൽ മതി. നമുക്ക് ഇത് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള സെറ്റപ്പ്. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇതെന്റെ സ്വന്തം വണ്ടിയാ. MTC, മൂവിംഗ് ട്രെയിനിങ് കോളേജ്. ഞങ്ങളവിടുത്തെ PG സ്റ്റുഡൻസാ. എന്നിട്ടൊരു പോക്കറ്റ് അടിക്കാൻ അറിയില്ലടാ നമുക്ക്. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ, കൈ കണ്ണാകണം, കണ്ണ് മനസ്സാകണം. നോക്ക്, പോക്കറ്റ് അടിക്കും മുമ്പ് നിന്റെ തന്നെ ഒരു 50 രൂപ നോട്ട് ബസിന്റെ ഫ്ലോറിലേക്ക് ഇടണം. എന്നിട്ട് അയ്യോ എന്റെ കാശ് പോയി എന്ന് പറയണം. അപ്പൊ ചിലരുടെയൊക്കെ ശ്രദ്ധ അവിടേക്കാവും. ആ സ്പോട്ടിൽ അടിച്ചു മാറി നടക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. പേടി പുറത്തു നിൽക്കുമ്പോഴാ. മീൻ പിടുത്തക്കാരന് മീനിനെ പേടിക്കണോ, പെണ്ണുപിടുത്തക്കാരന് പെണ്ണിനെ പേടിക്കണോ? അകത്തിറങ്ങണം, അപ്പൊ പേടി മാറും. അപ്പൊ റൈറ്റ്, ഐശ്വര്യമായിട്ട് നമുക്ക് പരിശീലനം തുടങ്ങാം. വരൂ. അനുഗ്രഹിക്കണം. ശ്രമിക്കാം. എന്തു പറ്റിയടോ? ഒരു പൂച്ച വട്ടം ചാടി. അയ്യോ കുഴപ്പമില്ല. കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം പൂച്ച വട്ടം ചാടുന്നത് ശുഭലക്ഷണ. ആ ശുഭലക്ഷണ എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ കേട്ടില്ലേ? അത് മതി, കിട്ടണോ? ഇത് ഒറിജിനൽ ബെൽജിയൻ ഡയമണ്ടാ. 1.5 വരും. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് അല്ല, കുറച്ചൊരു സ്ലീക്ക് ആയിട്ട് അത് മതി. സാറിന്റെ വൈഫിനാണോ? ഇത്രയും വിലയുള്ളതോ? ബുദ്ധിയുള്ള ഭർത്താക്കന്മാര് സാധാരണ മാലയും വളയൊക്കെ വൈഫിന്റെ ഇങ്ങോട്ടല്ലേ മേടിക്കാറ്. പണയം വെക്കാൻ. ഇതേ ഗേൾഫ്രണ്ടിനാ. ഹലോ, എന്നെ മനസ്സിലായില്ലേ? ഞാനന്ന് ആ ചാനൽ ഇന്റർവ്യൂ. അന്ന് തന്ന ആ അരിയും ഗിഫ്റ്റൊക്കെ ഇപ്പോഴും കയ്യിലുണ്ട്. അന്ന് പറഞ്ഞു ജീവിതം നൂൽപാലാണെന്നൊക്കെ. ജീവിത പ്രശ്നങ്ങളൊക്കെ മാറിയോ? ആ, മാറി വരുന്നു. എന്തായാലും അന്നത്തെ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, ആക്ച്വലി എന്ത് ചെയ്യാ? ഞാൻ ചില മോശം പിന്നെ സ്കൂൾ മാഷ അവൻ ട്രൈ ചെയ്യാ. ഏട്ടാ, ഞാൻ എന്റെ ബ്രദറിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു മിനിറ്റ് പോരുന്നേ. ഏട്ടാ, ആള് മനസ്സിലായില്ലേ? ഞാൻ അന്നൊരു കക്ഷിയുടെ കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ടോൾസ്റ്റോയുടെ കൊട്ടേഷൻ ഒക്കെ പറഞ്ഞ്. ഓർമ്മയില്ല, ഒരുപാട് പേരെ കാണുന്നല്ലേ. പക്ഷെ എനിക്കറിയാം, സർക്കിൾ ഇൻസ്പെക്ടർ സാജൻ ജോസഫ് സർ മുമ്പ് ട്രാഫിക്കിലായിരുന്നു. സൈബറിലും കുറച്ചുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈസ്റ്റ് സർക്കിളിലെ CI. നാട്ടുകാർക്കൊക്കെ സാറിനെ കുറിച്ച് സംസാരിക്കാൻ 100 നാവാ. നാട്ടുകാരെ കൊണ്ട് തോറ്റു. ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കരുത്. വിചാരിക്കില്ല. സാറിന് നസീറിന്റെ അതേ കട്ട. ആരെ? പഴയ സിനിമാ നടൻ പ്രേം നസീർ. പലരും പറയാറുണ്ട്. പ്രേം നസീർ. എന്നാ പിന്നെ സാറിന്റെ പർച്ചേസ് നടക്കട്ടെ, ഞാനങ്ങോട്ട്. പ്രേം നസീർ. മേ കം ഇൻ സർ? യെസ്. ഐ ആം റാം കിഷൻ. ഞാനൊരു ഡയമണ്ട് ഡിസൈനറാണ്. ശ്രീലങ്കയിലായിരുന്നു 8 വർഷം. ശ്രീലങ്ക ബേസ് ചെയ്ത് 4 രാജ്യങ്ങൾക്ക് ഞാൻ ഡയമണ്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഞാൻ കേരളത്തിലെത്തിയുള്ളൂ. ബൈ ദ ബൈ, എന്റെ ഡയമണ്ട്സിന്റെ കുറച്ച് ഡിസൈൻസ് കാണിച്ചു തരാം. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് സ്വന്തം ഡിസൈനേഴ്സ് ഉണ്ട്. ഒന്ന് നോക്കണം സാർ. കാണുന്നതിന് ഫീസൊന്നും തരണ്ട, സിസ്റ്റത്തിലിട്ടൊന്ന് കണ്ടു നോക്കണം. ഒരുപാട് ജോലി തിരക്കുള്ള. അറിയാം സാർ, 5 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വിളിച്ചാൽ മതി. താങ്ക് യു.
സോറി സാർ, എന്താ സാർ സംഭവിച്ചത്? അറിയില്ല, എന്ത് പറ്റി? എന്താണെന്നറിയില്ല സാർ, സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഹാങ് ആയി. അതാ അലാം അടിക്കുന്നത്. എന്തെങ്കിലും മിസ്സിംഗ്? ഡീറ്റെയിൽ ചെക്കിംഗ് കഴിഞ്ഞാലേ അറിയാനോ സർ. സർ, ഡയമണ്ട് സെക്ഷനിൽ നിന്ന് ഒരു റിംഗ് മോഷണം പോയി. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു മോഷണം? അതെ, സാറുള്ളപ്പോഴാണ്. ചാനലിൽ വിളിച്ചറിയിച്ചാലോ? പ്ലീസ് അതൊന്നും വേണ്ട. അതൊക്കെ ഞങ്ങളുടെ ക്രെഡിബിലിറ്റിക്ക് ഡാമേജ് വരുത്തും. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം, സാറിന്റെ പെർമിഷനോട് കൂടി. അത് എന്റെയും കൂടെ ആവശ്യമാണ്. ഡയമണ്ട്സ് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സാജൻ ജോസഫ് കണ്ടെത്തിയിരിക്കും. ഡോർ ലോക്ക് ചെയ്തോ. ഓക്കെ സാർ. ഏയ്, എല്ലാവരും ലൈൻ അപ്പ് പ്ലീസ്. വേണ്ട വേണ്ട, ഇയാൾ എന്റെ ഫ്രണ്ടാ. സാറിന് വിശ്വാസമാണെങ്കിൽ ചെക്ക് ചെയ്യണ്ട. അല്ലല്ല, പ്ലീസ് 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 സാർ, അത് അവരുടെ ഡ്യൂട്ടിയാ. പ്ലീസ് ബാഗിൽ. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ സാർ? തീർച്ചയായിട്ടും കാണണം. അതെ, കാണണം. ഓ ബൈ. എന്നാ പിന്നെ ഞങ്ങളെ ചെക്ക് ചെയ്തോളൂ. വേണ്ട വേണ്ട, സാറിന് ഞാൻ അറിഞ്ഞൂടെ. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. പൊക്കോളൂ സാർ, പ്ലീസ്. ഓക്കെ, താങ്ക് യു. എന്നാലും ഇത്ര ആളുകളുള്ളപ്പോ മോഷണം നടക്കാന്നൊക്കെ വെച്ചാ. ഏയ്, ഡയമണ്ട് അവരുടെ സേഫിൽ തന്നെ ഉണ്ടാവും. അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ മോഷ്ടിക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവോ? അപ്പച്ചൻ ഇവിടെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു കെട്ടുണ്ടാവുക. നമസ്കാരം സാർ. താനിതുവരെ പോയില്ലേ? പോണെന്ന് കുറെ നേരമായിട്ട് ആഗ്രഹിക്കുന്നു സാർ. ഒരു മിനിറ്റ്. എന്നെ ഇത്രയധികം സഹായിച്ച സാറിനോടൊരു നന്ദി പറയാതെ പോയി. ഇത്രയ്ക്ക് ആവശ്യമില്ല. ഉണ്ട് സാർ. സാറിനെ പോലത്തെ ഓഫീസർ എന്റെ ഫ്രണ്ടാണെന്ന് പറയുന്നതിൽ എനിക്ക് എന്നും അഭിമാനമാണ് സാർ. മാത്രമല്ല, സാറ് പോലീസ് സേനയ്ക്ക് തന്നെ ഒരു അന്തസ്സാ. താങ്ക് യു. സുന്ദരനാ. എന്താണെന്നറിയില്ല, എന്നെ പറ്റി എത്ര പൊഴുത്തി പറഞ്ഞു കേട്ടാലും എനിക്ക് മതിയാവില്ല. അതിന്റെ ഒരു വീക്ക്നെസ്സാ. സത്യത്തിൽ ഇപ്പൊ വീക്കായി പോകുന്ന ഞാനാ ഈ സ്നേഹത്തിന്റെ മുമ്പിൽ. ഇഷ്ടമുള്ളവർക്ക് ഞാൻ സ്നേഹം വാരിക്കൂരി കൊടുക്കും. പക്ഷെ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാറുള്ളൂ. മതി. വിത്ത് യുവർ പെർമിഷൻ ഞാനൊന്ന് വാരിപ്പുണർന്നോട്ടെ പ്ലീസ്. പോയിട്ട് വരാം. താങ്ക് യു. എന്ത് നല്ല മനുഷ്യൻ. എന്നാ നമുക്ക് വർഷയ്ക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? ഈ വർഷം കഴിയട്ടെ. നടക്കടാ. എന്താ പറ്റി? എന്താ? ആരാ? എന്താ? കേബിളിന്റെ ആളാ. താനോ? എന്തി? അല്ല, പല സ്ഥലത്തും കേബിൾ മരം വീണ് കട്ടായി കിടക്കുക. മാഡം വിളിച്ചു പറഞ്ഞിട്ട് വന്നതാ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ പോയേക്കാം. വേണ്ട വേണ്ട വേണ്ട, ചെല്ല് പെട്ടെന്ന് ചെല്ല്. വായും വെള്ളം ഇല്ലാതെ മാഡം ജീവിക്കും. TV ഇല്ലാതെ പറ്റത്തില്ലേ? ആരാ? ഞങ്ങൾ ഈ കേബിൾ ടിവിയുടെ ആൾക്കാരാ. അയ്യോ, ഞാൻ ഇപ്പൊ വിളിച്ച് പറഞ്ഞല്ലേ ഉള്ളൂ. ആണോ? അത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഇതങ്ങനെയാ. കസ്റ്റമർ മനസ്സിൽ കാണുമ്പോഴത്തേക്ക് ഞങ്ങളത് മാനത്ത് കാണും. ഓ, വരൂ. ദത്തൻ സാറിന്റെ മോളാ? അല്ല, ഓ സോറി. ഞാൻ വിചാരിച്ചു +2 പഠിക്കുന്ന സാറിന്റെ മോളായിരിക്കും. ഐ ആം റിയലി സോറി. ആ കേബിൾ ശരിയായെന്ന് നോക്കാമോ? നിങ്ങളുടെ ആള് വന്നിട്ടുണ്ട്, നന്നായിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ആളോ? അതിനും കേബിളിലല്ല, പോസ്റ്റിലായിരുന്നു കംപ്ലൈന്റ്. അത് നന്നാക്കിയിട്ടുണ്ട്, അത് പറയാൻ വന്നതാ. MLA ഇങ്ങനെ ആലോചിക്കാതെ ആ സേതുരാമനും ടീമിനെയൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കേ. ഒക്കെ ചോദിച്ചോ. സിറ്റിയിലെ എല്ലാ ടീമിനെയും വിളിച്ച് ചോദിച്ചു. അവരെ വളർത്തിയ എന്റെ വീട്ടിൽ തന്നെ അവരങ്ങനെ കേറില്ല. മനഃപൂർവ്വമായിട്ട് ഇനി ആരെങ്കിലും. ഇതിപ്പോ ആരോരുത്തൻ വീട് തെറ്റി കയറിയതായിരിക്കും. അല്ല, ആ പെൻഡ്രൈവിലും ലാപ്ടോപ്പിലും ഒക്കെ എന്തായിരുന്നു? അതൊന്നും ഇപ്പൊ തന്നെ അറിയണ്ട.
ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് VIPs-ന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കരുതെന്ന്. എടാ അവര് കേസിന് പോകില്ലേ? എവിടെ കയറി കക്കോന്ന് പറയ്. എടാ അന്നത്തെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്ത പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കണം. അവരാവുമ്പോ കേസിനും വക്കാണത്തിനൊന്നും പോകില്ല. എന്ത് പറയുന്നു നിന്റെ അഭിപ്രായം? അല്ല, എന്റെ ഒരു അഭിപ്രായം ദത്തൻ സാർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലേ? അതെ. കേട്ട് പഠിക്കടാ. ബാക്കി പറ. അല്ല, അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മളൊക്കെ അകത്താ. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാട് അതെന്നും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. Correct.